ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇന്നൊരു കല്യാണം ഉണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗെറ്റ് റെഡി ആണ് കേട്ടോ ചെയ്യണത്. ഇവിടെ അലാൻ വഴി ട്രൈപ്പോഡിൻ്റെ ഇവിടെ അങ്ങനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഷേക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല നോയ്സ് ഉണ്ടാവും, അപ്പോൾ അതൊക്കെ ഒന്ന് ഇഗ്നോർ ചെയ്യണം. ഞാൻ ചിലപ്പം പകുതി വെച്ചിട്ട് വോയിസ് ഓവറൊക്കെ കൊടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കാണാം. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒരു പൗച്ചിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് മേക്കപ്പിക്ക് കടക്കാമല്ലേ. മേക്കപ്പ് എന്നൊന്നും പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു അണിഞ്ഞൊരുങ്ങൽ കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് വാസിലേൻ്റെ ഗ്ലൂട്ടാഹയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോയ്സ്ചറൈസർ. നല്ല സ്മെല്ലാണ് കേട്ടോ ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ യൂസ് ചെയ്യണത് ഇതാ സൺസ്ക്രീനാണ്. ഇത് ഡെർമാക്കോൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ. ഉച്ചക്കാണ് കല്യാണം, അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ചൂട് പറയും വേണ്ട, നമ്മൾ കരിഞ്ഞുണങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ സൺസ്ക്രീൻ ഞാൻ അത്യാവശ്യത്തിലേറെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ വന്നിട്ട് എൻ്റെ കണ്ണിൻ്റെ താഴെയൊക്കെ കുറച്ച് ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഉറക്കക്കുറവും പിന്നെ സ്ക്രീൻ ടൈമൊക്കെ കൂടിയതുകൊണ്ടാണെന്നൊക്കെ തോന്നുന്നു. നല്ല ഡാർക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കൺസീലർ വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് ഇൻസൈറ്റിൻ്റെ ഒരു കൺസീലറാണ് കേട്ടോ. ഞാനിപ്പോൾ റീസെൻ്റ്ലി വാങ്ങിച്ചിട്ടുള്ളതാണ്. കുഴപ്പമില്ല കേട്ടോ, നല്ല കവറേജ് കിട്ടുന്നുണ്ട്. കുഴപ്പമില്ല, നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും അല്ലേ യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നില്ല, പകരം കൺസീലർ വെച്ചിട്ട് തന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഡോട്ടായിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു സിമ്പിൾ ലുക്കാണ് കേട്ടോ ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ അതങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നെക്സ്റ്റ് വന്നിട്ട് ലിപ് ബാമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ലിപ് ബാം ഫാർമസിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. നല്ല ലിപ് ബാം തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ലിപ് ബാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാനൊക്കെ പെട്ടെന്ന് തീർക്കുന്നുണ്ട് കേട്ടോ. ഐബ്രോ ഞാൻ ഇപ്പോൾ കുറേ ആയി ഐബ്രോ ഒക്കെ ത്രെഡ് ചെയ്തിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഷേപ്പ് ഇല്ലാതെ ഉണ്ട് കിടക്കുന്നത്. അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ റൈസ് ചെയ്യാറ്. കുറേ ഞാൻ ഇപ്പോൾ പാർലറിലൊക്കെ പോയിട്ട് ത്രെഡ് ചെയ്തിട്ട്, അപ്പോൾ റൈസ് ചെയ്തിട്ടും കുറച്ച് ദിവസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു വൃത്തി കുറവുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഐബ്രോ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ബ്ലഷാണ് കേട്ടോ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഇൻസൈറ്റിൻ്റെ തന്നെ ഒരു ബ്ലഷാണ് കേട്ടോ, ഒരു ക്രീം ബ്ലഷാണ്. നല്ലൊരു ബ്ലഷ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ബ്ലഷൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബ്ലഷ് ഇട്ടാൽ തന്നെ നമ്മളെ മുഖം ഒന്ന് ചുവന്ന് തൊടുക്കുമല്ലോ. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ആ ഒരു ബ്ലഷ് വെച്ചിട്ട് തന്നെ കണ്ണിൻ്റെ മുകളിൽ ഐ ഷാഡോ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഒന്ന് ലൈറ്റായിട്ട്. പിന്നെ ഞാൻ ഐലൈനറിന് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇൻസൈറ്റിൻ്റെ ഒരു ഐലൈനറാണ് കേട്ടോ. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ ഈ ഒരു ഐലൈനർ വാങ്ങിച്ചിട്ട്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഫോണിൽ നോക്കിയിട്ട് വരയ്ക്കാൻ പറ്റാത്ത കാര്യം അകത്ത് പോയിട്ട് കണ്ണാടി നോക്കിയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനത് ആ ലിപ്പിന് വേണ്ടിയിട്ട് ഒരു ലിപ്പ് ലൈനർ ആദ്യം വരച്ച് കൊടുക്കുന്നുണ്ട്. ഇത് സ്വിസ് ബ്യൂട്ടിയുടെ ലിപ്പ് ലൈനറാണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് വേണമെങ്കിൽ ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് ലിപ്സ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാനിവിടെ ലിപ്പൊന്ന് ലൈൻ ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ഒന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ലാക്മിയുടെ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ വീഡിയോൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്, അവിടെ അലാനപ്പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഓനോടാണ് ഞാനിങ്ങനെ സംസാരിക്കണത്. ഞാനെൻ്റെ ലിപ്സ്റ്റിക് കളക്ഷൻസിൻ്റെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ടൈമില്ലാത്തത് കൊണ്ടാണ് വീഡിയോസൊന്നും അങ്ങനെ പ്രോപ്പറായിട്ട് അപ്ലോഡ് ചെയ്യാത്തത്. ഇപ്പോൾ തന്നെ കുറച്ച് വീഡിയോസൊക്കെ പെൻഡിങ് ആണ്, എഡിറ്റ് ചെയ്യാനുള്ള മടിയും. പിന്നെ ഇപ്പോൾ അതുപോലെ ക്ലാസ്സിനൊക്കെ പോണ കാരണം കുറച്ച് ഒരു ബിസിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വീഡിയോസൊക്കെ ഇടാം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനതാ ഹെയർ സ്റ്റൈലിലേക്ക് കിടക്കുകയാണ്. ഹെയർ ഞാൻ ഒരു സിമ്പിളായിട്ടാണ് കേട്ടോ ചെയ്യണത്. 2 സൈഡിൽ നിന്നും ഒരു സെക്ഷൻ മുടി എടുത്തിട്ട് അങ്ങനെ സ്ലൈഡ് വെച്ചിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു സ്റ്റൈലാണ് കേട്ടോ. കാര്യമായിട്ട് അങ്ങനെ ഒന്നുമില്ല വേറെ. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് വന്നിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ശരി, ടാറ്റാ, ബൈ.